ശിവസേനയെ LDF-ൽ എടുക്കുന്നതിൽ ചർച്ചയ്ക്ക് ഇടനിലനിന്നത് INL നേതാവ്. ശിവസേന നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും LDF കൺവീനർ EP ജയരാജനുമായും ചർച്ച നടത്തി. ശിവസേന ഹൈപ്പവർ കമ്മിറ്റി അംഗം സജി തുരുത്തിക്കുന്നതിലാണ് ചർച്ച നടത്തിയത്. CPM-ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. അത് ഇന്ന് മാത്രമല്ല, ഞങ്ങളൊരു 1.5 വർഷത്തോളം ആയിട്ട് മഹാരാഷ്ട്രയിലെ ഇഷ്യൂ തുടങ്ങിയപ്പോൾ മുതൽ അവിടെ മഹാവികാസ് അഘാടി സർക്കാർ താഴെ ഇറങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഫൈനലായിട്ട് നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷായിട്ട് ഇങ്ങനെ ഒരു ചർച്ച ഇന്നലെ നടന്നിട്ടുണ്ടായി. അദ്ദേഹം വളരെ കാര്യമായിട്ട് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം കേൾക്കുകയും അനുഭവപൂർവ്വം അതിനൊക്കെ മറുപടി തരികയും ചെയ്തു. പിന്നെ ഈ പറയും പോലെ അദ്ദേഹം മാത്രമല്ലല്ലോ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിമിതി വെച്ചുകൊണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ബാക്കി മുന്നണി കൺവീനർ സഖാവ് EP ജയരാജൻ സഖാവാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വീണ്ടും ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയൊരു ദിശാമാറ്റമാണോ ശിവസേന LDF-ലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ? അങ്ങനെ പറയാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയില്ല. കാരണം ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗമാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി NDAക്ക് വിരുദ്ധമായി, BJPക്ക് വിരുദ്ധമായി മഹാരാഷ്ട്രയിലൊക്കെ ഉദ്ധവ് താക്കറെ വിഭാഗം നിലപാട് സ്വീകരിക്കുന്നതാണ്. അവരെ അനുകൂലിക്കുന്ന വലിയൊരു പ്രബല വിഭാഗമാണ് കേരളത്തിലെ പ്രബല വിഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. എന്തായാലും ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ ചർച്ചകൾക്ക് 1.5 വർഷമായി ചർച്ചകൾ നടന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ചർച്ചകൾക്ക് ഇടനില നിന്നത് ഒരു INL നേതാവാണ്. തിരുവനന്തപുരം സ്വദേശിയായ INL നേതാവ് സബീറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടന്നത്. അതായത് AKG സെന്ററിൽ വെച്ച് കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്നാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുള്ളത്. തങ്ങൾക്ക് LDF-ഉം UDF-ഉം മായി വേണമെങ്കിൽ ചർച്ച നടത്താം. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ CPI-യുമായി LDF-ഉമായി ചർച്ച നടത്തിയത്. മുന്നണി കൺവീനർ EP ജയരാജനെ ഫോണിൽ വിളിച്ചുവെന്നും സജി തുരുത്തിക്കുന്നതിൽ അല്പസമയം മുൻപ് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും CPM ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും ഹൈന്ദവ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ശിവസേനയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് LDF-ലേക്ക് എടുക്കുക എന്ന ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെ മഹാഗഠബന്ധൻ അല്ലെങ്കിൽ മഹാഅഘാടി സഖ്യവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലൊക്കെ ഏതാണ്ട് ഒന്നിച്ചാണ് CPM-ഉം ഈ പറയുന്ന ശിവസേനയും ഉദ്ധവ് താക്കറെ വിഭാഗമൊക്കെ നിൽക്കുന്നത്. അതിൽ കോൺഗ്രസുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകില്ല എന്നാണ് ശിവസേന നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഇന്നൊരു പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിലടക്കം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അക്കാര്യത്തിലൊരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ഇപ്പോൾ സഹകരിപ്പിക്കുക, അതായത് INL-നെ പണ്ട് ചെയ്തതുപോലെ പുറത്തുനിന്ന് സഹകരിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും LDF-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPI-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമാണ് സജി തുരുത്തിക്കുന്നതിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ഇവിടുത്തെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകുമാരൻ.